രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനും ജനാധിപത്യവും ഭരണഘടനയും തകർക്കാനും BJP-RSS സഖ്യകക്ഷിയായ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോഴാണ് അതിനെതിരായി ഇന്ത്യ സഖ്യം ഉണ്ടായത്. പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളും ആശയ ഭിന്നതകളും മറന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിൽ ഇന്ത്യ സഖ്യത്തിൽ പ്രധാന പങ്കുണ്ട്. എന്നാൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നത് ഇന്ത്യ സഖ്യത്തിന് പ്രതിസന്ധിയാകുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ അസ്ഥിരത ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഏറെ കാലം രാജ്യം അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ 3 സംസ്ഥാനത്ത് മാത്രമാണ് ഭരണമുള്ളത്. അധികാരം നഷ്ടമാകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്ന വിഭ്രാന്തിയും കുപ്രസിദ്ധം തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും ഇതിന്റെ തിക്തഫലങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടാനാകാതെ കിടക്കുകയാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ അതിന്റെ ഉദാഹരണം തന്നെയാണ്. അധികാരം പിടിക്കാൻ ഏത് വൃത്തികെട്ട നീക്കം നടത്താനും മടിക്കാത്ത BJPക്ക് ആം ആദ്മി പാർട്ടിക്കെതിരായി പ്രയോഗിക്കാൻ ആയുധങ്ങൾ നൽകുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കെതിരെ കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന. വെവ്വേറെ അന്വേഷണങ്ങൾ നടത്താൻ ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് ഈ നടപടി എന്നതിൽ ഒരു സംശയവും വേണ്ട. അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപ വീതം നൽകാനുള്ള മഹിളാ സമ്മാൻ യോജനയുടെ പേരിൽ വ്യക്തിഗത വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുന്നുവെന്നും പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് പണം കൊണ്ടുവരുന്നുവെന്നും തുടങ്ങിയ ആരോപണങ്ങളാണ് സന്ദീപ് ദീക്ഷിത് പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വീടുകളും പരിസരത്ത് പഞ്ചാബ് പോലീസിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയെന്നും സന്ദീപ് പറയുന്നുണ്ട്. കോൺഗ്രസും BJPയും ചേർന്ന് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതകൾ അട്ടിമറിക്കാൻ ഗവർണറുടെ ഓഫീസിനെ ദുരുപയോഗിക്കുകയാണ് എന്നും കെജ്രിവാൾ പറയുന്നുണ്ട്. അന്വേഷണ ഉത്തരവ് വന്നത് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ ഓഫീസിൽ നിന്നാണെന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തുകയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിരായി മത്സരിക്കേണ്ടി വന്നപ്പോഴും കോൺഗ്രസിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗ് MP ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ കൂട്ടായ്മയെ തളർത്തി കോൺഗ്രസ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും BJPയുടെ വിജയത്തിന് വഴിയൊരുക്കിയെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ആരോപിക്കുകയാണ്. ഏതാനും ദിവസം മുമ്പ് കെജ്രിവാളിനെ കോൺഗ്രസ് നേതാവ് അജയ് മക്കൻ രാജ്യദ്രോഹി എന്ന് ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. മാക്കനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ കോൺഗ്രസിനെ ഇന്ത്യ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചിട്ടുള്ളത്. നേരത്തെ ഡൽഹി സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയാണ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഡൽഹിയിലടക്കം സീറ്റ് ധാരണയിൽ എത്തിയത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2 തവണ ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസ് സ്വന്തം പരിമിതികൾ തിരിച്ചറിയുന്നില്ല എന്നത് ഖേദകരമായ കാര്യം തന്നെയാണ്.